ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മിശിഹായുടെ ലോക ജീവിതകാലത്ത് ഇപ്രകാരം അരുളി ചെയ്തു. സമയം കൂടിക്കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. ഞാൻ എന്റെ പിതാവിലും നിങ്ങളെങ്കിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. യൂദാസ് കറിയോത്തയല്ല അവനോട് പറഞ്ഞു, കർത്താവേ, തന്നെ നിനക്ക് വെളിപ്പെടുത്താൻ പോകുന്നു എന്നാൽ ലോകത്ത് വെളിപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞത് എന്താണ്? യേശു അരുളി ചെയ്തു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവന് വാസമർപ്പിക്കുകയും ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവനോ എന്റെ വചനങ്ങൾ പാലിക്കുന്നില്ല. നിങ്ങൾ ശ്രമിക്കുന്ന ഈ വചനം എന്റേതല്ല, എന്നെ അയച്ചവന്റെ പിതാവിന്റേതാണ്. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. അവ നമ്മുടെയും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോരുടെയും വിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോരുടെയും ആത്മാക്കളിൽ രണ്ട് ലോകങ്ങളിലും എന്നേക്കും മനസ്സരിവ് തോന്നി കരുണ ചെയ്തുകൊണ്ട് പാപിയായ ഈ ദാസന്റെ ധൂപം ശുദ്ധീകരിക്കുന്നവനും പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നവനുമാകുന്നു. സർവശക്തിയുള്ള പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും
ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യാനവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര പാപപരിഹാരപ്രദമായ നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ഈ ദാസരിലേക്ക് പാപപരിഹാരം നടന്നമാറാകണമേ. എന്നേക്കും ഞങ്ങളുടെ കർത്താവും ദൈവവുമേ അദൃശ്യമായ നിന്റെ വലത്തുകരം നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള ധൈര്യത്തിനുമാരുടേറിയ തിരുശരീരവും രക്തവും സ്വീകരിക്കുന്ന ആരാധകരുടെ ഈ സംഘത്തെ നീ ആശീർവദിക്കണമേ. മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ രഹസ്യങ്ങൾ വഹിക്കുന്നവരിലും കൊടുക്കുന്നവരിലും കൈക്കൊള്ളുന്നവരിലും ഉണ്ടായിരിക്കട്ടെ. ഇവയുടെ താല്പര്യപൂർവ്വം സംബന്ധിക്കുന്ന എല്ലാവരിലും ദൈവത്തിന്റെ കരുണയും കൃപയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Yeah.
തിരുസമ്പത്താ ദീനന്മാർക്കും ഗതിയാറ്റോർക്കും ശ്രീ അരുളേണമേ. പാചനങ്ങളുമേ കർത്താവിന്റെ പാപപരിഹാരപ്രദമാകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തോടും യാത്രാഭക്ഷണത്തോടും കൂടെ പരിശുദ്ധന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി ഞങ്ങൾ നിങ്ങളെ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടുകൂടെ പോകുവേ. ദൂരസ്ഥരും സമീപസ്ഥരും മനുഷ്യരും ജീവിക്കുന്നവരും കർത്താവിന്റെ ജയമുള്ള സ്മൃതിയാധിഷ്ഠിതരും വിശുദ്ധ മാമോദീസയാമുദ്ധരുമേ ഈ ത്രിത്വം കടങ്ങൾ പരിഹരിക്കുകയും കുറ്റങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളുടെ മനുഷ്യരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. ബലഹീനനും പാപിയുമാകുന്ന ഈ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കുമാറാകട്ടെ. സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടെ പോകുകയും എന്നും എനിക്ക് വേണ്ടി അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യവേ. സ്തുതിഗീതാലാപനങ്ങളോടൊത്തിയുറന്ന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ ബന്ധവും തിരഞ്ഞെടുക്കപ്പെട്ട സ്ലീഹായുമായ വിശുദ്ധ യൂദാദൈവോസിനെ ഏതേത് വരങ്ങളാലും ആനുകൂല്യങ്ങളാലും അലങ്കരിക്കുവാൻ അങ്ങേക്ക് തിരുവുള്ളമുണ്ടായോ അവയ്ക്കെല്ലാം അങ്ങേക്ക് ഞാൻ പ്രകാശിപ്പിക്കുന്നു. അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ യൂദായെ ഞങ്ങളുടെ വിഷമസമയത്തുള്ള പ്രാർത്ഥനയിൽ മനസ്സറിഞ്ഞ് അങ്ങ് തന്നിട്ടുള്ള അനുഗ്രഹപൂർണമായ സഹായങ്ങളെ അനുസ്മരിച്ച് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളോടുള്ള സവിശേഷമായ ഈ സ്നേഹത്തിന്റെ ശിക്ഷ ഞങ്ങൾ എന്നേക്കും അങ്ങയോട് കടപ്പെട്ടവരായിരിക്കും. ഭാവിയിലും ഞങ്ങളെ എല്ലാ പരീക്ഷ ഘട്ടങ്ങളിലും ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ യൂദാശ്രീയായി എല്ലാവർക്കും ഉപരിയായി ഞങ്ങളുടെ ഭരണനേരത്തിൽ അവർ ഞങ്ങളുടെ സമീപത്തുണ്ടായിരിക്കുകയും ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. തന്നോട് സൗജന്യമായി സൗഖ്യപ്പെടുത്തുകയും ഔഷധങ്ങളും സഹായങ്ങളുമായി ഞങ്ങളുടെ പക്കലേക്ക് എഴുന്നള്ളുകയും ചെയ്ത മഹാവൈദ്യനായ ദൈവമേ, അനുഗ്രഹങ്ങൾ നിറഞ്ഞ തൃക്കൈ നിന്റെ ഈ ദാസരമേൽ ആവസിപ്പിക്കണമേ. അങ്ങേ മഹാകരുണയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഈ ദാസരെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണമേ. ഇവരുടെ കുറ്റങ്ങളെ മോചിച്ച് ഇവരുടെ ക്ഷീണത്തെയും രോഗത്തെയും നീക്കി ഇവരുടെ അവയവങ്ങളെ ബലപ്പെടുത്തണമേ. നിന്റെ സഹായങ്ങൾ ഇവർക്ക് ദാനമായി നൽകി തോറ്റുവശരണത്തിലും സ്ഥിരതയിലും ഇവരെ ബന്ധിപ്പിക്കണമേ. വേദനകളെയും പരീക്ഷകളെയും ഇവരിൽ നിന്ന് അകറ്റണമേ. ഇവരുടെ പാപങ്ങളെയും കടങ്ങളെയും മോചിച്ച് പരിഹരിക്കണമേ. എല്ലാവിധ ശിക്ഷകളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും സംരക്ഷിക്കണം. ഇവരുള്ള സർവകൃപ കടാക്ഷങ്ങൾക്ക് വേണ്ടി സ്തുതിക്കുമാറാകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങൾ നിന്നും ദിവ്യാത്വം ഭക്ഷിച്ചോരേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. നാഥൻ
യൂദായേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. രക്ഷിതാവിൻ വത്സല വിശുദ്ധയൂദാശ്ലീഹ ഈശോനാഥന്റെ ശിഷ്യ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. നിന്റെ മോക്ഷത്തെ കുറിച്ചുള്ള ആശയന്മേഖലന്മാരായ ഞെരുക്കങ്ങൾ സഹിച്ചിട്ടുള്ള ദേവസിന്റെ ഓർമ്മയെ സ്മരിക്കുന്ന ഈ ദിവസത്തിൽ ആത്മീയ ആനന്ദവും ആഹ്ലാദവും ഞങ്ങളുടെ ആത്മാക്കൾ നിറയ്ക്കണമേ. ഞങ്ങളുടെ കർത്താവും നിന്നെയും നിന്റെ പിതാവിനെയും വിശുദ്ധിയുമുള്ള നിന്റെ റൂഹ എന്നെ സ്തുതിക്കുവാനും സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഭാഗ്യങ്ങൾക്ക് വസിക്കുന്ന ആത്മീയ മണവരയ്ക്കും ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. ബക്കലൂനിയോമോ സ്വതഹായ ലവൽമേ എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. തീർച്ചയും ശുശ്രൂഷിക്കുവാൻ ആ ശക്തിപ്പെടുത്തി ചെയ്തവരെ സ്തുതി. കണ്ടാലും അവന്റെ ഓർമ്മ തിരുനാളിനെ സഭ ആഘോഷിക്കുന്നു. അങ്ങേക്ക് ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും എല്ലാ ദിവസങ്ങളിലും മഹത്വവും സ്തോത്രവും അനുയോജ്യമാകുന്നു. ഞങ്ങൾ നിന്റെ പെരുന്നാളിനെ ബഹുമാനിച്ച് പുകഴ്ത്തി പറയുന്നു. വിശുദ്ധ സഭയുടെ കോട്ടയാകുന്ന ഭാഗ്യവാനേ, സമാധാനത്തോടെ വരിക. സ്ഥലത്തിന് വേണ്ടി നാഥനെ അനുഗമിഞ്ഞ ജ്ഞാനിയായുള്ളോവേ, സമാധാനത്തോടെ വരിക. വിശ്വാസത്തെ രക്തോടെ നിൽക്കുന്ന സഹിച്ച ധീരനായുള്ളോവേ, സമാധാനത്തോടെ വരിക. ഇതുമായിട്ട് കണ്ടാന്നെ അസ്ഥികളിൽ നിന്ന് മനുഷ്യർക്ക് സഹായങ്ങളും രോഗികൾക്ക് സൗഖ്യങ്ങളും ഒഴുകുന്നു. ആകയാൽ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്ന എന്തെന്നാൽ കടങ്ങളുടെയും പാപങ്ങളുടെ പരിഹാരം നൽകുവാനും നല്ല അവസ്ഥാനന്മാർ ഓതേക്ക് ഞങ്ങളെ യോഗ്യരാക്കുവാനുമായി കർത്താവിനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്തസാക്ഷിയും ക്രിസ്തുവിന്റെ ബന്ധുവുമായ മഹത്വമേറിയ വിശുദ്ധ യൂദായേ, രോഗങ്ങളുടെയും വിദേശവാസികളുടെയും സത്യവിശ്വാസത്തെ പ്രചരിപ്പിച്ചവനും വിശുദ്ധവാക്യം പ്രസംഗിച്ച് വിവിധ യാത്രകളെ ഈശോമിശിയുടെ സഭയെ അറിയിച്ചവനുമായ അങ്ങേസന്നിധിയിൽ ഞാനിതാ വന്നറിയുന്നു. ഇന്നു മുതൽ ദുർനടത്തങ്ങളും ഉപേക്ഷിക്കുവാനും ദുർവികാരങ്ങളിൽ ഞാൻ വിമുക്തനാകുവാനും അങ്ങനെ സഹായിക്കണമേ. ആപത്തുകളിലും വിഷമഘട്ടങ്ങളിലും അങ്ങേ സഹായിക്കുന്നുണ്ടാകുവാനാകട്ടെ. എന്റെ എല്ലാ ആവശ്യങ്ങളിലും എന്നെ സഹായിക്കണമേ. അവസാനമായ സ്വർഗം പ്രാപിക്കുവാനും അങ്ങയോടത്ത് മഹത്വമേറിയ ഹൃദയതയുടെ സൂചിച്ചാരാധിക്കുവാനും എനിക്കിടവരുത്തേ. ശിഹാടെ ചാർച്ചക്കാരനും
ശുദ്ധാസനാവിശുദ്ധതദേവസേ ഒറ്റിക്കൊടുത്തവന്റെ പേര് മൂലം മഹിമേറിയ വസ്തുവല്ല എന്ന് വിസ്മരിക്കപ്പെടുവാൻ കാരണമായി. എന്നാൽ കത്തോലിക്ക സഭ മുഴുവനും അങ്ങേ നിരാശരുടെ അസാധികാരങ്ങളെയും മധ്യസ്ഥനായി ബഹുമാനിക്കുകയും അങ്ങയോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നവരോ ദൈവത്തിന്റെ അനുഭവിക്കുന്ന എനിക്ക് അങ്ങയുടെ മധ്യസ്ഥതയിൽ ഈ എന്ന് സാധിച്ചു തരണമേ. സകല ഉദ്യമങ്ങളും നിഷ്ഫലമായി കാണുന്ന അവസരങ്ങളിൽ ദുരിതവും അതികൂടവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് ലഭിച്ചിരിക്കുന്ന വിശേഷഫലം ഈ സന്ദർഭത്തിൽ പ്രയോഗിക്കണമെന്ന് താഴ്മയോട് ഞാൻ അപേക്ഷിക്കുന്നു. എന്റെ എല്ലാ ആവശ്യങ്ങളിലും വിശിഷ്യായപ്പോൾ നീങ്ങിയിരിക്കുന്ന യാതൊരിലും എന്നെ പ്രത്യേകം സംരക്ഷിക്കണമേ. ഈ ഉപകാരം ഞാൻ ഓർത്തുകൊള്ളാമെന്നും എന്റെ പ്രത്യേക മധ്യസ്ഥനായി അങ്ങയെ നിരന്തരം ബഹുമാനിച്ചുകൊള്ളാമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. വേദസാക്ഷിയായി ജീവൻ വേടി